ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡക്ക് റോസ്റ്റ് ആയിട്ടാണ്. വളരെ പെട്ടെന്ന് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡക്ക് റോസ്റ്റാണിത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്ററിനും ക്രിസ്മസിനും ഇതുപോലുള്ള ഒക്കേഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 4-5 പച്ചമുളക്, അല്പം കറിവേപ്പില, 2 ബേ ലീഫ്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ ലാഭിക്കണ്ട. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഗോൾഡൻ കളറായി അല്ലേ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയുടെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്തിരി ഒന്ന് ഫാസ്റ്റായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണയാണ് എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ 1 ടീസ്പൂണേ മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണം നന്നായി മാറി, ഇത് നന്നായി മൂത്ത മണം നമുക്ക് നമുക്ക് ആ ഏരിയയിൽ മൊത്തം ആ സ്മെല്ല് വരും. അതിന് ശേഷം മാത്രം നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ടീസ്പൂണാണ് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തൊലിയുള്ള ഡക്ക് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഡക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കരിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും പെട്ടെന്നത് പോയി കിട്ടും. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മസാല നന്നായി മൂത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ആ ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി തിരുമ്മി കൂട്ടാം. നമ്മൾ ആ മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പം ആ ഗ്രേവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം പെട്ടെന്ന് കഴിയും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി 3-4 വിസിൽ, ഓക്കെ, ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് 3-4 വിസിലാണ്. ഞാനിപ്പോൾ ഒരു 4 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 1 പൊട്ടറ്റോ 2 പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഞാനിത് തുറന്നിട്ടുണ്ട്. ആവിയൊക്കെ നന്നായി പോയതിന് ശേഷമാണ് തുറന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ഗ്ലാസ് നല്ല തിക്കായിട്ടുള്ള തലപ്പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ, നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഡക്കിന് നല്ല നെയ്യുണ്ട് അല്ലേ. ഡക്കിൻ്റെ ആ തൊലി നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മുകളിൽ നന്നായി നെയ്യ് നിൽക്കും. ആ നെയ്യ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലുമായിട്ട് ചേരുമ്പോൾ നല്ല കുറുകിയ ചാറ് പോലെ തന്നെ ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് നന്നായി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ നന്നായി തേങ്ങാപ്പാലും നെയ്യും ചാറും എല്ലാം കൂടി ഒരുമിച്ച് യോജിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനൊരു 1/2 ടീസ്പൂൺ
നമ്മൾ തന്നെ പൊടിച്ച മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അധികം തിള വരാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഞാൻ അല്പം വേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മൂടി വയ്ക്കാം. സോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഈസ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.